മറ്റൊന്നുകൂടി ഉണ്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ സഞ്ജയ് സിംഗ് എന്ന MP, ആം ആദ്മി പാർട്ടിയുടെ MP 6 മാസം ജയിലിനുള്ളിൽ കിടന്നപ്പോൾ കോടതി ഒടുവിൽ ചോദിച്ചു, ഈ കേസിൽ ഒരു തെളിവ് പോലും ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് രേഖപ്പെടുത്തും എന്ന് പറഞ്ഞ് EDയോട് ചോദിച്ചു. ജാമ്യം നൽകാൻ പോവുകയാണ്, നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? എതിർപ്പുണ്ടെങ്കിൽ അത് അടക്കം രേഖപ്പെടുത്തി വെച്ച് ജാമ്യം നൽകുന്നൊരു സാഹചര്യം വരും എന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ED ജാമ്യം നൽകാൻ എതിർപ്പില്ല എന്ന് പറയുന്ന നില സംഭവിച്ചു. കേരളത്തിൽ നമുക്കറിയാം, തോമസ് ഐസക്ക് ഈ ED എന്ന അന്വേഷണ ഏജൻസിയുടെ നിയമവിരുദ്ധ നടപടികളെ നിരന്തരം കോടതിയിൽ ചോദ്യം ചെയ്തു, അവരുടെ സമൻസുകൾ റദ്ദാക്കുന്ന സാഹചര്യം. എന്നിട്ടും ആ വേട്ടയാടൽ തുടരുന്നു. അപ്പോൾ ഓരോ തരത്തിൽ ഈ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ വേട്ടയാടുക എന്നതിന്, അതുപോലെ മാധ്യമ വിമർശകരായി നിൽക്കുന്നവരെ ഈ രൂപത്തിൽ വേട്ടയാടുക, ഇതിനെല്ലാം സുപ്രീം കോടതി അറുതി വരുത്തുന്നു, തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പോരാട്ടം തുടരും. നേരത്തെ വിഷ്ണു അതാണ് പറഞ്ഞത്, പോരാട്ടം തുടരും എന്നാണ് പ്രബീർ പുർക്കായസ്ഥ ഇന്നലെ കൈരളി ന്യൂസിനോട് രാത്രി പറഞ്ഞത്. I'm really happy with the solidarity I've received from all the people and the people in the struggle in various parts of the country. All I can say is that this is going to be a long fight, and of course the courts are there and we'll fight in the courts as much as we are able to. ഇങ്ങനെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ പോരാട്ടം തുടരും എന്ന് പ്രബീർ പുർക്കായസ്ഥയെ പോലെ ശാസ്ത്രപ്രചാരകനായിട്ടുള്ള, രാജ്യത്തെ ഏറ്റവും വയോധികനായിട്ടുള്ള, വളരെ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കർഷക സമരത്തിലൊക്കെ വളരെ ശക്തമായി മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്, നമുക്കറിയാം ദേശീയ തലത്തിൽ ദില്ലി കേന്ദ്രീകരിച്ച് ഗോദി മീഡിയ എന്ന നിലയിൽ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ സർക്കാരിനൊപ്പം വിധേയപ്പെട്ട് നിൽക്കുന്ന കാലത്താണ് ഒരു ന്യൂസ് പോർട്ടലായിട്ടുള്ള ന്യൂസ് ക്ലിക്ക് ഈ ഓരോ കാര്യത്തിലും, അത് കോവിഡിൻ്റെ കാര്യത്തിൽ സർക്കാർ എത്രമാത്രം ദുരന്തമായി മാറി കാര്യങ്ങൾ നീക്കുന്നതിൽ എന്നത് അക്കമിട്ട് നിരത്തി, കർഷക സമരത്തിൻ്റെ കാലത്ത് അതിലെ അപാകതകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടി, സർക്കാരിൻ്റെ അപാകതകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടി, ഈ സമരത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രപരമായ ഉത്തരവാദിത്തത്തെ ചൂണ്ടിക്കാട്ടിയൊക്കെ നിരന്തരം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. മറ്റ് മാധ്യമങ്ങളൊക്കെ, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വാഴ്ത്തുന്നതിലേക്കും ആ വർഗീയതയുടെ ചുവട് പിടിച്ചു നീങ്ങാനും ശ്രമിച്ചപ്പോഴാണ് ഈ വിധമൊരു മാറ്റം ന്യൂസ് ക്ലിക്ക് എന്ന ന്യൂസ് പോർട്ടൽ, അത് മോദി അധികാരത്തിലെത്തുന്നതിനുമൊക്കെ എത്രയോ മുമ്പ് ആരംഭിച്ചതാണ്, നിരന്തരം തുടരുന്ന അതിൻ്റെ ഒരു പ്രചാരമുണ്ട്, അതിൻ്റെ ഒരു നടപടികളുണ്ട്, മാധ്യമ നീക്കമുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഏകപക്ഷീയ നീക്കം അതിനെതിരെ വന്നു. അതിനെതിരായ വലിയ പോരാട്ടത്തിലാണ് വലിയ നേട്ടമുണ്ടായത്. ഇവിടെ വിഷ്ണു, ഒരു കാര്യം കൂടി, ഇവിടെ നിന്ന് ഈ പ്രചാരണത്തിലേക്ക് വന്നാൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു സവിശേഷത 5ാം ഘട്ടത്തെ മുൻനിർത്തി എങ്ങനെ പറയാനാകും? ആ 5ാം ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ എത്രമാത്രമാണ്, BJPയുടെ ആശങ്കകൾ എത്രമാത്രമാണ്, ആ കാര്യങ്ങൾ കൂടി. ശരത്ത്, 5ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രചരണം തന്നെയാണ് NDAയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് 5ാം ഘട്ടത്തിൽ നിരവധി പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അത് ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അമേഠി, റായ്ബറേലി, കൈസർഗഞ്ച്, ലക്നൗ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ്. അത്തരത്തിൽ ആ ഒരു തരത്തിൽ വിധി എഴുതുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, അത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ റായ്ബറേലിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്ന അമേഠി സീറ്റ് കൈവിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബറേലിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. കൈസർഗഞ്ചിലാണെങ്കിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നിലനിൽക്കുന്ന ബ്രിജ്ഭൂഷണിൻ്റെ മകന് കൈസർഗഞ്ചിൽ BJP സീറ്റ് നൽകിയത് വലിയ വിവാദങ്ങൾക്കും അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ പ്രചരണത്തിനടക്കം അത് വഴിവെച്ചിരുന്നു. അപ്പോൾ കൈസർഗഞ്ചിൽ ബ്രിജ്ഭൂഷണിൻ്റെ മകൻ മത്സരിക്കുന്നു, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, ലക്നൌവിൽ രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇത്തവണ 3ാം ജയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലക്നൌവിൽ മത്സരിക്കുന്നത്. അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 5ാം ഘട്ടത്തിലാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ നിരവധി മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ വിധി എഴുതുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത്. എന്തായാലും പ്രചരണം ഇരു മുന്നണികളും ശക്തമാക്കുകയാണ്. അതിൽ BJPയെ സംബന്ധിച്ചുകൊണ്ട് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു. അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ BJP തുടക്കം മുതൽ പറയുന്ന ആ ഒരു പ്രചരണമൊക്കെ തന്നെ നടത്തിയെങ്കിലും
പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. BJP ക്യാമ്പിലൊക്കെ തന്നെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ പലതവണ വർഗീയമായിട്ടുള്ള പ്രചരണം മാത്രമാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇത്തവണ 400 സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ചില പള്ളികൾ പൊളിച്ച് മാറ്റിക്കൊണ്ട് അവിടെ അമ്പലം പണിയാത് ഗ്യാൻബാബി ഉൾപ്പെടെയുള്ള പള്ളികൾ പൊളിച്ച് അമ്പലം പണിയുമെന്നൊരു പ്രചരണമായിരുന്നു ആസാം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള വർഗീയ പ്രചരണമാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ശരത്. ശരി വിഷ്ണു, ഒരു കാര്യം കൂടി, അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചാരണം UP കേന്ദ്രീകരിച്ച് ഇന്നും ഉണ്ടോ? ശരത്ത്, അരവിന്ദ് കെജ്രിവാൾ ഉത്തർപ്രദേശിൽ ഒരു പ്രചരണം നടത്തുമെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. ഇന്നലെ ഇത്തരത്തിൽ ലക്നൌവിൽ പ്രചരണം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അവസാന നിമിഷം അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഒരു പ്ലാനിങ് മാറ്റുകയായിരുന്നു. ഉത്തർപ്രദേശിലേക്ക് ലക്നൌവിലേക്ക് ഇന്നലെ പ്രചരണത്തിന് പോകാൻ തയ്യാറായിരുന്നില്ല. ദില്ലി കേന്ദ്രീകരിച്ച് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ഒരു പ്രചരണമൊക്കെ തന്നെ നടത്തിയത്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമെന്നതാണ് കെജ്രിവാൾ ആം ആദ്മിയെ അറിയിച്ചിരിക്കുന്നത്. ശരത്. ശരി, അപ്പോൾ ദില്ലിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ രാവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള പൊതുവിവരങ്ങളാണ് ഇപ്പോൾ വിഷ്ണു അവിടെ നിന്ന് പങ്കുവച്ചത്.